നൽകിയ നല്ല അവസരത്തിന് एक बार और आपके बीच में आने के लिए परमेश्वर ने सहायता की, इसके लिए परमेश्वर को धन्यवाद देता हूँ। ആ, നിങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നത് എൻ്റെ ജീവിതത്തിലും അനുഗ്രഹപ്രദമാണ്. आपके साथ रहना मेरे जीवन में भी बड़ा आशीष का कारण है। നമ്മളെ കർത്താവിന്റെ ആ വരവിനോ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. हम यीशु मसीह के दोबारा आगमन के बारे में पढ़ रहे हैं। ആ, കഴിഞ്ഞ 2-3 ആഴ്ചയായി നമ്മള് ഉപ്പും വെളിച്ചം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ കുറച്ച് ചിന്തിക്കുവാനിടയായി തീർന്നു. पिछले 2-3 हफ्तों से हम नमक और ज्योति इस विषय पर हमने मनन किया। ഇന്നും വേറൊരു ഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോവുകയാണ്. तो उसमें मैं और आज आपके ध्यान को आकर्षित करना चाहता हूँ। ആ, നിങ്ങളെല്ലാവരും സുഖമായും ശുഭമായും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. आप सब लोग खुश हैं, आनंद से हैं, मैं ऐसा आशा करता हूँ। ദൈവം ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. परमेश्वर आप सभी को आशीष करने पाए। നിങ്ങൾ പറഞ്ഞാട്ടെ, എന്താണ് നമ്മൾ കർത്താവ് വരും, അത് നിശ്ചയമാണ്. ആരാണ് പോകുന്നത്, അതിനോടുള്ള ബന്ധത്തിലാണ് നമ്മൾ പല വിഷയങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇച്ചിരൂടെ നമ്മൾ താഴോട്ട് ഇറങ്ങാൻ പോവുകയാണ്. നിങ്ങൾ പറയണം ആര്, അതിൻ്റെ ഒരു ഒന്നാമത്തെ പടി എന്ന നിലയിൽ ഇപ്പം എന്ന് വെച്ചാൽ കർത്താവിന്റെ വരവിൽ പോകുന്നവർ ആരായിരിക്കും, അതിന്റെ ഒരു ഏറ്റവും താഴെ, അതായത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നു? हम इन दिनों में यीशु मसीह के दोबारा आगमन के बारे में सीख रहे हैं और उस वक्त कौन उठा लिया जाएगा उसके बारे में हम सीखते आ रहे हैं। क्या आप ये कह पाएंगे कि जब यीशु मसीह का दोबारा आगमन होगा तो कौन किस लेवल के या फर्स्ट स्टेज का क्या है, कौन लोग उठा लिए जाएंगे, कौन व्यक्ति उठा लिया जाएगा, उसका ഞാൻ पहला ഒന്നുകൂടെ स्टेप क्या है? ഞാൻ ഒന്നുകൂടെ അതിനെ ഒന്ന് ഇറങ്ങി പറയാം. അതായത് ആ യേശുവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ യോഗ്യതയുള്ളവരായി നമ്മൾ കാണുന്നവർ, അല്ലെങ്കിൽ കാണുന്നവരുടെ അതിനോടുള്ള ബന്ധത്തിലുള്ള ആദ്യത്തെ ഒരു ചവിട്ടുപടി, ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്തായിരിക്കും? नहीं तो मैं इस तरीके से कहना चाहता हूँ कि जब यीशु मसीह के आगमन में उठा लिए जाने वालों के क्वालिटीज़ में, योग्य लोगों में क्या होना चाहिए, या उसके लिए पहला कदम हमें क्या उठाना चाहिए, पहले हमें क्या करना चाहिए। ക്രിസ്ത്യാനികളെന്ന് പേരുള്ളത് കൊണ്ട് ഒരിക്കലും അവന്റെ വരവിൽ എടുക്കപ്പെടാൻ കഴിയത്തില്ല. बस यही नाम है करके उसके आगमन में हम उठा नहीं लिए जाएंगे। അവന്റെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നു, ചർച്ചിൽ പോകുന്നുണ്ട്, പ്രാർത്ഥനകൾക്കൊക്കെ സംബന്ധിക്കുന്നു എന്നതൊന്നും അവന്റെ വരവിൽ എടുക്കപ്പെടുവാനുള്ള ഒരു ക്വാളിറ്റി ആയിട്ട് കാണാൻ കഴിയത്തില്ല. हम एक मसीही परिवार में जन्म लिया है, हम क्रिस्तियानी हैं, हम चर्च जाते हैं, ये सब वजह से ये हमारी क्वालिटी नहीं है कि हम उठा लिए जाए। ആദ്യം നമ്മൾ തുടക്കത്തിൽ ചിന്തിച്ചായിരുന്നു ഉണർന്നിരിക്കുന്നവര്, ഒരുങ്ങിയിരിക്കുന്നവർക്കൊക്കെ പോകുവാൻ കഴിയത്തുള്ളൂ. അത് അവിടെ തന്നെ നിൽക്കട്ടെ. അത് എല്ലാം നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ ഞാൻ പറഞ്ഞു, പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ഓരോ ചിന്തകളെ കൂട്ടി അവസാനം നമുക്ക് അതിനെ യോജിപ്പിച്ചെടുക്കാം. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതിന്റെ ഒക്കെ തുടക്കം, അവന്റെ വരവിൽ പോകണമെങ്കിൽ ഇതിന്റെ ഒരു തുടക്കമായി കാണുന്ന വിഷയം എന്തായിരിക്കും, നമ്മൾ വെക്കേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കണം? हमें पहला कदम हमें क्या रखना चाहिए, हमें पता है जो इंतज़ार करते हैं, जो पवित्र होकर रहते हैं वो जाते हैं, ये सब हम जानते हैं, लेकिन पहला कदम हमारा पहला स्टेप हमारा क्या होना चाहिए, ആർക്കെങ്കിലും പറയാമോ? कोई कह വളരെ सकता है? സിമ്പിളായ കാര്യം. നിങ്ങളിന്ന് കേൾക്കുമ്പോൾ നമ്മളൊരു പഠന ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾ കേൾക്കുന്നത് ഒരു സന്തോഷകരമായിരിക്കും. आप पढ़ रहे हैं इस क्लास में, इस वजह से आप कोई भी अनम्यूट करके इसका जवाब दे सकते हैं। എന്തായിരിക്കും? आत्मा के ഏ आत्मा के फल। ആത്മാക്ക ഫൽ? हाँ, आनंद से शांति, कृपा, भलाई, संयम, नम्रता, विश्वास। അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരേണ്ടതാണ്, പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഇതിനൊക്കെ ഒരു തുടക്കം ഉണ്ടാകണമല്ലോ. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കണം? നമ്മൾ യേശുവിന്റെ ഒന്നുകൂടെ പറയാം, യേശുവിന്റെ പിന്നാലെ പോകുവാൻ നമ്മൾ വെക്കണ്ട അല്ലെങ്കിൽ എടുക്കേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കണം?
ये सब हम जानते हैं, हमारे विश्वासी होने के नाते ये सारे फल हमारे अंदर होना चाहिए। लेकिन हमारा पहला कदम यीशु मसीह से उस आगमन की तैयारी करने के लिए, अपने आप को तैयार होने के लिए रखने वाला पहला अपना कदम क्या, पहला स्टेप हमें क्या रखना है, पहली क्या कदम रखना है, पहले कौन सी कदम रखना है? ചുമ്മാ पवित्रता ഏഹ് पवित्रता का। ഓക്കെ, പവിത്രത അത് ഇല്ലാതെ നമുക്ക് ഒരിക്കലും പോകാൻ കഴിയത്തില്ല. വിശുദ്ധി ഉള്ളവരെ മാത്രമേ യേശു ചേർക്കത്തുള്ളൂ. അത് നല്ലൊരു ഉത്തരവാണ്. പക്ഷേ അതിലേക്ക് പോകണമെങ്കിൽ നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ട്. നേരെ അങ്ങ് പവിത്രമാകുവോ, നേരെ അങ്ങ് വിശുദ്ധമാകുവോ നമ്മൾ ഓരോരുത്തരും? तो पवित्रताई में जाने के लिए हमें कौन सा स्टेप लेना चाहिए? पवित्रताई में उद्धार पाने का। उद्धार। ഉദ്ധാർപ്പാന, അതിനെ ഇച്ചിരൂടെ ആ ഉദ്ധാർ എന്ന വിഷയത്തിന്റെ അകത്ത് പല പല കാര്യങ്ങൾ അടങ്ങിയിരിക്കുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മാനസാന്തരം എന്നുള്ള ഒരു പദം, ഞാനിത് മുമ്പേ ഇങ്ങനെ വേറൊരു ഭാഗം ഞാൻ ചിന്തിച്ചുകൊണ്ടെങ്കിൽ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ആത്മാവ് അത് നയിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു. നമ്മളെല്ലാം മാനസാന്തരപ്പെട്ടവരാണ്, എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ അതൊന്ന് പറയണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മാനസാന്തരം എന്നുള്ള ഒരു 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 പദം അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഞാൻ അതിൻ്റെ അകത്ത് 2-3 കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടും. मन फिराना, उद्धार पाना जो कहा, उसे मन फिराने के लिए हमें क्या करना चाहिए, वो मैं आज आपसे कहना चाहता हूँ। രക്ഷ എന്ന പദം, ഉദ്ധാർ എന്ന പദത്തിന്റെ അകത്ത് തന്നെ മാനസാന്തരം, വീണ്ടും ജനനം, അല്ലെങ്കിൽ പുതിയ സൃഷ്ടി, സ്നാനം, ഇതെല്ലാം കൂടെ ചേരുന്നതിനെ ഒറ്റ വാക്കിൽ നമുക്ക് പറയാം രക്ഷ എന്ന പദം കൊണ്ട് നമ്മൾ അതിനെ പറയാൻ കഴിയും. मन फिराना, उद्धार पाना, ये सबको मिला के हम एक शब्द यूज कर सकते हैं, वो है उद्धार को प्राप्त करना। ഓക്കെ, അതിനെ ഞാൻ പിന്നീട് സമയം ഉണ്ടെങ്കിൽ ഞാൻ വിശദീകരിക്കാം. ഒറ്റ പദം ഞാൻ പറയുന്നത് മാനസാന്തരം എന്ന പദമാണ്, മൻഫ്രാന. एक शब्द मैं आज जो बताना चाहता हूँ वो है मन फिराना। നിങ്ങൾ എല്ലാവരും മാനസാന്തരപ്പെട്ടവരാണോ? क्या आप सभी लोग मन फिराए हुए लोग हैं? തീർച്ചയായും ആകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. विश्वास करता हूँ कि आप सब लोग मन फिराए हुए लोग हैं। ഞാൻ ഇത് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റിക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സമൂഹത്തിനകത്ത് അനേകര് ധ്യാനപ്പെടുന്നുണ്ട്, പക്ഷേ മാനസാന്തരത്തിന്റെ അനുഭവം ജീവിതത്തിൽ വരുന്നില്ല അല്ലെങ്കിൽ കാണുന്നില്ല എന്നത് നമുക്ക് കാണുവാൻ കഴിയും. जब मैं इस बात को कह रहा हूँ तो मैं आपको ये बता के देना चाहता हूँ कि कई लोग बपतिस्मा तो ले रहे हैं, लेकिन उस बपतिस्मा लेने के साथ ही साथ में उनके अंदर एक मन फिराव की अवस्था में वो नहीं आए हैं। ഈ സ്നാനപ്പെടുക എന്ന് പറയുമ്പോൾ അത് വേണ്ടെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്, അതൊക്കെ ഏറ്റവും മെയിൻ ആണ്. പക്ഷേ നമ്മൾ എടുത്ത തീരുമാനത്തെ ഒന്ന് പ്രൊക്ലെയിം ചെയ്യുന്ന സൊസൈറ്റിയുടെ മുമ്പിലും സമൂഹത്തിന്റെ മുമ്പിലും സഭയുടെ മുമ്പിലും പിശാചിന്റെ മുമ്പിലും വിളിച്ചു പറയുന്നത് ആ സ്നാനം എന്ന് പറയുന്നത്. बपतिस्मा जो है वो एक सोसाइटी के सामने, एक समूह में या कलीसिया के बीच में चिल्लाकर कहना या घोषणा करना कि इस व्यक्ति का उद्धार हुआ है, वो है बपतिस्मा। ഞാൻ എടുത്ത തീരുമാനം ഇതാണെന്ന് വിളിച്ചു പറയുകയാണ് സ്നാനം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. मैंने जो निर्णय लिया है, वो यह निर्णय लिया है, वो एक ऐसा हम दर्शाते हैं बपतिस्मा के द्वारा। അല്ലെ, അത് സൊസൈറ്റിയോടും സഭയോടും മാത്രമല്ല, പിശാചിന്റെ മുമ്പിൽ നിർന്നു പറയുകയാണ്, ലോകത്തിന് മുമ്പിലോട് പറയാൻ, ലോകമേ, പിശാചെ, ഞാൻ ഇനി നിന്റേതല്ല എന്ന് വിളിച്ച് ഘോഷണം ചെയ്യുകയാണ് സ്നാനം കൊണ്ട് അർത്ഥമാക്കുന്നത്. केवल सोसाइटी से नहीं, सोसाइटी, समूह या दुनिया के साथ या शैतान के सामने हम इस प्रकार की घोषणा को करते हैं कि हे शैतान, तू अब से लेके मैं तेरा नहीं हूँ। ऐसा एक घोषणा करने वाला एक संदर्भ है बपतिस्मा लेने वाला। അല്ലെ, അകത്തുണ്ടായ പരിവർത്തനത്തിന്റെ, അകത്തുണ്ടായ തീരുമാനത്തിന്റെ, എന്തൊക്കെയോ ഉപേക്ഷിച്ചതിന്റെ ഒരു വിളിച്ചു പറയലാണ് സ്നാനം കൊണ്ട് നടത്തുന്നത് നമ്മൾ. अंदर में लिया हुआ कुछ बदलाहट का या अंदर से लिया हुआ कुछ परिवर्तन या अंदर में लिया हुआ कुछ निर्णयों का घोषणा करना है बपतिस्मा लेना। അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, അകത്തൊരു പരിവർത്തനം ഉണ്ടാകാതെ, അകത്ത് വ്യക്തമായ ഒരു തീരുമാനം എടുക്കാതെ സ്നാനത്തിലേക്ക് പോയാൽ അതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. यदि अंदर से मन फिराव ना आया हो, अंदर से कोई परिवर्तन नहीं आई हो और वो व्यक्ति बपतिस्मा की ओर चला जाए तो उसे कोई मतलब नहीं है। യേശു ആരെ ചേർക്കാൻ വരും എന്നുള്ളത് ഞാൻ പറഞ്ഞു, അതാണ് നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കർത്താവിന്റെ വരവാണ്. യേശു ആരെയാണ് ചേർക്കാൻ വരുന്നത്? ശരിക്കും മാനസാന്തരം പെട്ടവരെ മാത്രം
അവൻ ചേർക്കത്തുള്ളൂ. അതോടൊപ്പം മാനസാന്തരപ്പെട്ടത് കൊണ്ടല്ല, അത് എൻ്റെ പ്രവർത്തിപഥത്തിൽ, എൻ്റെ ജീവിതത്തിൽ പാലിക്കുന്നവരെയും മാത്രമേ അവൻ സ്വീകരിക്കാൻ വരുന്നുള്ളൂ. यीशु किसको लेने के लिए आ रहा है? यीशु इसको उद्धार किए प्राप्त किए हुए लोग या मन फिराए हुए लोगों के लिए ही सिर्फ लेने के लिए आ रहा है। जो उसकी बातों को मानकर उसकी चितों पे चितौनियों पर चलने वाला उस व्यक्ति को ही स्वीकार करने के लिए यीशु मसीह आने वाला है। ഇനി ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഈ മാനസാന്തരം എന്ന പദം എന്താണ് അത് അർത്ഥമാക്കുന്നത്? എന്താണ് മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ? मन फिराने का मतलब क्या है? ഒന്നുകൂടെ പറയാം ആർക്കെങ്കിലും? മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തുവാ? क्या कोई अनम्यूट करके बोल सकते हैं मन फिराने का मतलब क्या है? ശരിക്കും മനപരിവർത്തനം നടക്കുന്നു. ഓക്കെ, അത് ശരിയായ കാര്യമാണ്. പക്ഷെ ഇച്ചിലൂടെ ഒന്ന് നമുക്ക് ഇറങ്ങി പറയാൻ പറ്റുമോ എന്താണ് മാനസാന്തരം എന്ന് പറയുന്നത്? क्या आप में से कोई भी मन फिराना, वो तो वर्ड हम उस वर्ड में ही हम समझ में आ सकता है, बट उसके अलावा थोड़ा और गहराई में जाकर के आप लोग में से कोई कह सकता है कि मन फिराने का मतलब क्या होता है? यूटर्न ഏ? यूटर्न യൂട്ടേൺ ശരിയാണ്. സുബോധം വന്ന് യൂട്ടേൺ ചെയ്യണം. എന്നാലും ഇച്ചിലൂടെ ഒന്ന് ഇറങ്ങിക്കേ. അത് എങ്ങോട്ടാണ് യൂട്ടേൺ അടിക്കുന്നത്? എന്താണ് യൂട്ടേൺ അടിച്ചത് കൊണ്ട് എങ്ങോട്ടാണ് നമ്മുടെ ഫോക്കസ് തിരിക്കേണ്ടത്? किसकी और हमें यू टर्न लेना है? मन फिराने का मतलब है कि सांसारिक बातों से मन हटाकर हमें प्रभु और स्वर्ग की बातों की ओर मन लगाना है, आत्मिक बातों की ओर। ഓക്കെ, അത് ഇച്ചിലൂടെയും അടുത്ത് വന്നത് ശരിയായ ഉത്തരം തന്നെയാണ്. ഞാൻ പറയാം, ഞാൻ നമ്മുടെ സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ അതിനെ കൂടുതൽ പറയുന്നില്ല. ശരിക്കും ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ അപ്പനെ തിരിച്ചറിയുക എന്നുള്ളതാണ്, എൻ്റെ പിതാവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് മാനസാന്തരം കൊണ്ട് അർത്ഥമാക്കുന്നത്. मेरा पिता को पहचान जाना, मेरा पिता कौन है यह जानना, वो है मन फिराने का एक मतलब। മനസ്സിലാകുന്നു. ഞാൻ അതിനെ ഒരു ഉപമയിലൂടെ, നമുക്കറിയാവുന്ന ഒരു ഉപമയിലേക്ക് ഞാൻ അത് ഞാൻ പറയാൻ ആഗ്രഹിച്ചില്ലെങ്കിലും ഞാൻ കൊണ്ടുപോകാം. ശരിക്കും ഞാൻ ആരാണെന്നും ഞാൻ ആരുടെ മകനാണെന്നും ഞാൻ എന്തിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നതെന്നും എൻ്റെ ഉദ്ദേശം എന്തെന്നും അതൊക്കെ പിതാവിൽ നിന്ന് വരുന്നതാണ്. ആ പിതാവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് ശരിക്കും മാനസാന്തരം എന്ന് പറയുന്നത്. हकीकत में मैं कौन हूँ, मैं किसका बेटा हूँ, मेरे जीवन से क्या मकसद है, मैं इधर किस लिए हूँ। जब हम ये सारी बातों को जान जाते हैं और हम पिता की इच्छा को जान जाते हैं, पिता को समझने लग जाते हैं, तब हम कहते हैं कि मन फिराव की अवस्था में वो व्यक्ति आ गया है। ഇല്ലേ, യോഹന്നാന്റെ സുവിശേഷം അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാം. യോഹന്നാന്റെ സുവിശേഷം, എൻ്റെ പിതാവിന്റെ ഭവനത്തിലൊക്കെ ഒത്തിരി വാസസ്ഥലങ്ങളുണ്ട്. അവിടെ ഒരെണ്ണം ഞാൻ ഒരുക്കുവാൻ പോകുന്നു. അത് പൂർത്തിയാകുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ പണിയൊക്കെ തീരുമ്പോൾ ഞാൻ നിങ്ങളെ വന്ന് ചേർത്ത് അങ്ങോട്ട് കൊണ്ടുപോകും. അതാണ് കർത്താവിന്റെ വരവ് എന്ന് പറയുന്നത്. പറഞ്ഞു. यीशु मसीह ने इस प्रकार से कहा कि मैं अभी जा रहा हूँ, तुम्हारे लिए भवन बनाने के लिए जा रहा हूँ। जब वहाँ की भवन की पूर्ति पूरी हो जाएगी तब मैं तुम्हें लेने के लिए आऊंगा। അത് ഞാൻ ഇങ്ങനെ വായിച്ചുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് യൂട്ടേൺ അടിച്ചത്, അല്ലെങ്കിൽ ഇത് പറയണമെന്ന് ആഗ്രഹിച്ചത്, ആ പിതാവിന്റെ ഇഷ്ടം, പിതാവിന്റെ ആഗ്രഹം എന്താണെന്ന് തിരിച്ചറിയുന്നിടത്ത് തുടങ്ങിയാണ് നമ്മൾ ആ വരവിന് വേണ്ടി നടക്കാൻ യാത്ര തുടങ്ങുന്നത്. तो मैं तुमको ये बता के देना चाहता हूँ कि उस पिता की इच्छा को या पिता की उस यात्रा के बारे में समझ के, उस पिता को जानकर जब हम अपनी यात्रा की शुरुआत करते हैं तो कहते हैं कि मन फिराव की अवस्था में हम आ गए हैं। അല്ലേ, ആ പിതാവിന്റെ സന്നിധിയിലേക്കുള്ള യാത്രയുടെ തുടക്കം എന്ന് പറയുന്നത് പിതാവിനെ തിരിച്ചറിയുന്നിടത്ത് നിന്നാണ് ആരംഭിക്കുന്നത്. उस पिता की और जो हमारी यात्रा है, पिता की तरफ की जो यात्रा है, उस यात्रा जिस दिन हम पिता को बराबर से जान जाते हैं, समझ जाते हैं, उस दिन उसकी शुरुआत होती है। ഞാൻ ഒന്നുകൂടെ പറയാം. ഞാൻ എൻ്റെ പിതാവിന്റെ അടുത്തേക്ക്, നമ്മൾ പറയുന്ന പോലെ നിത്യജീവനില്ല, അനന്ത ജീവൻ എന്നൊക്കെ പറയുന്നതിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് അതാണ്. പിതാവിന്റെ അടുത്ത് പിതാവിനോട് ചേർന്നിരിക്കാൻ വേണ്ടിയുള്ള യാത്രയുടെ തുടക്കം എന്ന് പറയുന്നത് ആ പിതാവിനെ തിരിച്ചറിയുക എന്നുള്ള പോയിന്റിൽ നിന്നാണ്. वापस मैं दोहरा कर कह के देना चाहता हूँ कि हम उस पिता की और जो हमारी यात्रा है कि उस भवन तक मुझे पहुँचना है, ऐसा जो लक्ष्य लगाकर हम जो यात्रा करने की शुरुआत करते हैं, वो जिस दिन हम पिता को जान जाते हैं उस दिन से उसकी शुरुआत हो जाती है।
ആ തിരിച്ചറിയുന്ന ദിവസമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. മാനസാന്തരം എന്ന് പറയുന്നത് അത് തിരിച്ചറിയുന്ന ദിവസത്തെ ആണ് നമ്മൾ കണക്കാക്കുന്നത്. उसको समझ के लेना या वो समझना, जिस दिन हम उसकी समझ को प्राप्त करते हैं उसको कहते हैं कि मन फिराना। ഞാൻ പറയുന്നത് ഒത്തിരി കട്ടിയാണോ? ഞാൻ ഇതിനെ നിങ്ങളുടെ ഒത്തിരി ഒന്നും ഇല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കുക. ഞാൻ ഇപ്പൊ നമ്മളെ യോഹന്നാന്റെ സുവിശേഷം 3:16 വായിക്കാം. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. यूहन्ना के 3:16 में इस प्रकार से कहता है कि परमेश्वर ने जगत से इतना प्रेम किया ताकि वो अपने एकलौता पुत्र दे दिया ताकि जो कोई उस पर विश्वास करे वह नाश न हो परंतु अनंत जीवन पाए। അല്ലെ, നമ്മളെ നിത്യജീവനിലേക്ക് പോകാൻ വേണ്ടി യേശു നമ്മളെ ദൈവം സ്നേഹിച്ചു. അതിനുവേണ്ടി യേശു ആകുന്ന പുത്രനെ നമുക്ക് വേണ്ടി മരണയാഗമാക്കി തീർക്കാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ചു. हम उस अनंत जीवन को प्राप्त करने के लिए परमेश्वर ने हमसे प्रेम किया और उसी वजह से उसने अपने एकलौता पुत्र को इस धरती पर भेजा। അല്ലെ, പിതാവ് നമ്മളെ സ്നേഹിച്ചു, അതുകൊണ്ട് പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. पिता ने हमसे प्रेम किया, इस वजह से पुत्र को इस संसार पर भेजा। പിതാവിന്റെ സ്നേഹം എന്തായിരുന്നു? पिता का प्यार क्या था? നമ്മൾ ഓരോരുത്തരും അവന്റെ അടുക്കൽ വരണം എന്നുള്ളതായിരുന്നു പിതാവിന്റെ ഇഷ്ടം എന്ന് പറയുന്നത്. हम में से हर एक लोग उसके करीब पहुंचना, उसके पास पहुंचना, वही है पिता की इच्छा। അല്ലേ? ആണ്. യേശുവിന്റെ രണ്ടാം വരവ് എന്ന് നമ്മൾ പറയുമ്പോൾ യേശു ചേർക്കാൻ വരുന്നത് നമ്മളെ പിതാവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. यीशु का दूसरा आगमन जब हम कहते हैं तो यीशु क्यों आ रहा है? हमें ले पिता के पास लेके जाने के लिए आ रहा है। അല്ലെ, ഇപ്പോൾ അവന് വിധിക്കുന്നത് എബ്രായലേഖനം അവന് പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് എബ്രായലേഖനക്കാരൻ പറയുന്നത്. इब्रानियों की किताब इस प्रकार से लिखा है कि अभी यीशु मसीह जो है वो पिता के दाएं और बैठकर हमारे लिए बिचवाई कर रहा है। നമ്മളെ ഒരു ദിവസം അവിടെ എത്തിക്കും എന്നുള്ളതായിരുന്നു യേശുവിന്റെ മുകളിലുള്ള ദൗത്യം എന്ന് പറയുന്നത്. एक दिन हमें पिता के पास पहुंचाएगा, ये था पुत्र के ऊपर जो उत्तरदायित्व था। യേശു അതിനു വേണ്ടിയാണ് ദിനംതോറും നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. उसी वजह से, उसी रीजन से जो है यीशु मसीह वो दिन प्रतिदिन हमसे बर्ताव कर रहा है। എനിക്ക് വേണ്ടി യാഗമായി തീർന്നപ്പോൾ ക്രൂശിൽ കിടന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ ക്രൂശിൽ കിടന്നപ്പോൾ ഇന്ന് ഈ ഇരിക്കുന്ന നമ്മളെ ഓരോരുത്തരെയും അവൻ ആ ക്രൂശിൽ കിടന്ന് ഓർത്തു. 2000 साल पहले जब यीशु मसीह क्रूस पर था तो उसने हम बैठे हुए हर एक लोगों के बारे में यीशु मसीह ने उस सूली पर हम सबको स्मरण किया। നിങ്ങളൊരു പാട്ട് നിങ്ങൾക്കറിയാം, ക്രൂസിഫൈഡ് എന്ന് പറഞ്ഞൊരു പാട്ട്. അതിന്റെ വരികൾ നിങ്ങൾ ശ്രദ്ധിച്ച് അർത്ഥം മനസ്സിലാക്കിയാണ്. റോസ പുഷ്പം പോലെ മനോഹരമായവൻ ചതഞ്ഞറയപ്പെട്ടു. आप गाना जानते होंगे जो क्रूसिफाइड गाना है, उसमें इस प्रकार से गाते हैं कि यीशु क्रूसित हुआ और जिस प्रकार से रोज का गुलाब का फूल जितनी मनोहर होता है उस फूल के समान वो जो है वो कुचला भी गया। അവിടെ അരഞ്ഞപ്പോൾ ആ ക്രൂശി തോട്ടമ്മീ അവിടെ കടന്നുകൊണ്ട് എന്നെ ഓർത്തുന്ന, അതായത് ഈ നിങ്ങളോട് സംസാരിക്കുന്നതിനെയും എന്നെ കേട്ടിരിക്കുന്ന നിങ്ങളെയും 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ കടന്ന് ഓർത്തു എന്ന്. അതൊന്ന് ഓർക്കുമ്പോൾ നമുക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. मुझे और आपको, जो मुझे सुन रहे यहाँ पर बैठे हुए हर एक लोगों को, जितने भी यहाँ पर है, उन सबों के लिए यीशु मसीह ने उस कलवरी के क्रूस पे अपनी जान दे दी और जब वो सूली पर पड़ा था उसने हम सब का चेहरा को उसने स्मरण किया। ആ ക്രിസ്തു അവിടെ കിടന്ന് നമ്മളെ ഓർത്തത് എന്നിൽ വിശ്വസിക്കുന്ന ഏവനെയും ഞാൻ കൈ പിടിച്ചുകൊണ്ട് എന്റെ പിതാവിന്റെ അടുത്തേക്ക് എത്തിക്കുമെന്നുള്ള നിർണയമായിരുന്നു. वो वहां पर इस प्रकार से प्रार्थना किया कि जो मुझ पर विश्वास करेगा उसमें से हर एक लोगों को मैं हाथ थाम कर उस पिता के पास तक पहुंचाऊंगा। അതാണ് ആ അറിവ്, ആ പിതാവിനെ തിരിച്ചറിയുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. वो पिता को समझना ही मन फिराने का अवस्था है। നിങ്ങൾക്ക് ഞാൻ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുപോകട്ടെ. लूका रसी सुसमाचार 15 अध्याय में अपने ध्यान को लेकर आएंगे। വളരെ മനോഹരമായ ഒരു അധ്യായമാണത്. काफी मनोहर अध्याय है वो।
മാനസാന്തരപ്പെടുന്ന വ്യക്തികളെ ചൊല്ലി സ്വർഗവും ദൂതന്മാരും ഒക്കെ സന്തോഷിക്കുന്ന രംഗമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. मन फिराने वाले व्यक्तियों के बारे में जब स्वर्ग किस प्रकार से आनंद मनाता है वो वहां पर लिख के रखा है। 3 ഉപമകൾ അവിടെ ഉണ്ട്. നിങ്ങൾ അത് വീട്ടിൽ പോയി വായിച്ചാൽ മതി. നിങ്ങൾ 3 വീട്ടിൽ दृष्टांत തന്നെയാണല്ലോ, वहां पर നിങ്ങൾ लिखा है। വീട്ടിൽ സമയം കിട്ടുമ്പോൾ ഇരുന്ന് വായിക്കുക. जब भी आपको समय मिले तो आप उसे कृपया करके पढ़िए। 3 ഉപമകൾ അവിടെ പറയുന്നുണ്ട്. 3 दृष्टांत वहां पर कहा गया है। എല്ലാം നമുക്ക് ഒരുപക്ഷെ ഒത്തിരി കേട്ടതായിരിക്കാം, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം. हम सब उसके बारे में जानते होंगे या हमने सुना भी होगा। ഒരാൾക്ക് 100 ആടുണ്ടായിരുന്നു. ഒന്നാമത്തെ ഉപമ. एक चरवाहे को 100 भेड़ें थी, അതിനകത്ത് ഒന്ന് കാണാതെ പോകുന്നു. उसमें से एक खो जाती है। 99 അവിടെ ഇട്ടിട്ട് ഒന്നിനെ തപ്പിപ്പോകുന്ന ഒരു ഇടയനെ 99 को കാണാം. भी छोड़कर वो एक के पीछे ढूंढने निकल पड़ती है। എന്നിട്ട് അവസാനം അതിനെ കണ്ടെത്തുന്നു. आखिर में वो उससे मिल लेता है। എന്നിട്ട് എവിടെയാണ് മണി അടിക്കുന്നത്? ഇവിടെയാണ്. അവിടെ അതിന്റെ 7ാമത്തെ വാക്യം ഇങ്ങനെയാണ്. 15-ാം അധ്യായം 7ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ഞാൻ നിങ്ങളോട് പറയുന്നു, അങ്ങനെ തന്നെ മാനസാന്തരം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി അധികം സന്തോഷമുണ്ടാകും. इस प्रकार से कहता है कि यदि 99 का भी उद्धार नहीं हुआ, लेकिन एक का उद्धार जो होता है, उस एक के उद्धार से जो है स्वर्ग अति आनंदित होता है। തുടർന്ന് 8 മുതൽ ഉള്ള വാക്യങ്ങൾ, 8 മുതൽ അതിന്റെ 10 വരെയുള്ള വാക്യങ്ങളിൽ ഒരു സ്ത്രീയുടെ കയ്യിലെ 10 നാണയങ്ങൾ കളഞ്ഞു പോവുകയും അത് തിരിച്ചു കിട്ടുന്നതിനെയും കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു. और यहाँ पे 8वें आयत से लेके जो है वहाँ पे एक स्त्री के हाथ से सिक्के जो गुम हो जाती है उसके बारे में दृष्टांत यहाँ पर कहा गया है। എന്നിട്ട് 10ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: तो 10वें आयत में इस प्रकार से कहा है, ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവദൂതന്മാരുടെ സന്നിധിയിൽ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സന്തോഷിക്കുമെന്ന് പറയും. मैं तुमसे कहता हूँ किसी रीति से एक मन फिराने वाले पापी के विषय में परमेश्वर के स्वर्गदूतों के सामने आनंद होता है। അതുപോലെ തന്നെ 3ാമത്തെ ഉപമയിലേക്ക് വരികയാണ്. अभी तीसरे दृष्टांत में आते हैं। അത് ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. यहाँ पर एक मनुष्य को 2 पुत्र थे, അതില് ഒന്ന് പോകുകയാണ്. उसमें से एक जो है वो चला जाता है എന്നിട്ട് അതിന്റെ അവസാനം അവൻ തിരിച്ചു വരുന്ന രംഗം. और आखिर में वो लौट कर भी आता है। അല്ലെ, 3 ഒന്നിനോട് ചേർന്നിരിക്കുന്ന ഓരോരോ ഉപമകളാണ്. वो तीनों दृष्टांत एक दूसरे से जो है वो कनेक्टेड है। ആദ്യം ഒന്ന് 100ന്റെ അകത്തെ ഒരെണ്ണം നഷ്ടപ്പെടുന്നു. पहला ऐसा कहा कि 100 में से एक भेड़ खो जाती है। പിന്നെ ഒന്ന് 10ന്റെ അകത്തെ ഒന്ന് നഷ്ടപ്പെടുന്നു. फिर कहा कि 10 सिक्के में एक खो जाती है। മൂന്നാമത്തെ 2-ൽ1 നഷ്ടപ്പെടുന്നു. तीसरे दृष्टांत में 2 बेटे में से एक बेटा दृष्टांत में एक 2 ഉപമകൾക്കാളും വ്യത്യസ്തമായി ഇവിടെ 2-3 പദങ്ങൾ കൂട്ടിച്ചേർന്നിട്ടുണ്ട് ഉപമയിൽ. और यहाँ पे 2-3 दृष्टांत में आखिरी दृष्टांत में 1-2 शब्द जो है वो अलग से ऐड भी किया गया है। 24ാം വാക്യം ഒന്ന് വായിക്കാം. उसकी 24 आयत जरा पढ़ेंगे। ഈ പുത്രൻ മരിച്ചവനായിരുന്നു, यह पुत्र मर गया था, വീണ്ടും ജീവിക്കുന്നു. फिर जी गया है। അവൻ നഷ്ടപ്പെട്ടിരുന്നു, वो खो गया था, കണ്ടെത്തിയിരിക്കുന്നു. अब मिल गया है। അവർ ആനന്ദിക്കുവാൻ തുടങ്ങുക. और वे आनंद करने लगे। മേളയിലുള്ള ഉപമകളിൽ 2ന്റെ നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അത് അവസാനിപ്പിക്കുന്നതെങ്കിൽ, पुराना जो ऊपर के दोनों दृष्टांत में खोए हुए चीज को मिल गया है ऐसा कहते हुए वो समाप्त किया है। ഇവിടെ ആ പദം ഇച്ചിലൂടെ ആഴത്തിലേക്ക് ഇറങ്ങി നമ്മളോട് സംസാരിക്കുകയാണ്. ഇവൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. तीसरे दृष्टांत में और भी गहराई में उतरकर इस प्रकार से लिखा गया कि वो मर गया था लेकिन अभी वो वापस जीवन प्राप्त कर लिया है। അവൻ ശാരീരികമായി മരിച്ചിരുന്നില്ല. वो शारीरिक तौर से नहीं मरा था। പിന്നെന്തിനാണ് അത് അവിടെ പറഞ്ഞിരുന്നതിന്റെ സാരം? फिर वहां पर क्यों कहा गया है? നമുക്ക് ആ ഉപമയിലേക്കൊന്ന് വരാം. उस दृष्टांत की ओर हम आते हैं। ഒരു നമ്മളൊക്കെ കാണുന്ന പോലെ ഒരു പിതാവ്, നല്ലൊരു പിതാവ്, एक अच्छा पिता, അവന് 2 പുത്രന്മാരുണ്ടായിരുന്നു. के 2 पुत्र थे। ഇത് ഇളയവനായ പുത്രൻ ഒരിക്കൽ കുറച്ചു ദിവസം കൊണ്ട് ചിന്തിച്ചതായിരിക്കാം. छोटा पुत्र हो सकता है थोड़ा नोटी जैसा हो। അവന് അപ്പന് ഒത്തിരി ഒത്തിരി സ്ഥലങ്ങളുണ്ട്, വസ്തുവകകളുണ്ട്, ഒത്തിരി പ്രോപ്പർട്ടി, ഒത്തിരി ബിസിനസ് ഒക്കെ ഉള്ള ആളാണ്. पिता के पास बहुत सारे जो बिजनेस वगैरह था, संपत्ति। എന്നിട്ട് ഈ ഇളയ പുത്രൻ ഒറ്റ ചോദ്യം: അപ്പ, എനിക്കുള്ള വീതം ഇങ്ങനെ തന്നേക്ക്, എനിക്കുള്ള അതിന്റെ പ്രോപ്പർട്ടിയുടെ കുറച്ച് എത്ര നീ എനിക്ക് തരാനാകും, അത് എനിക്ക് ഇപ്പോഴേ തന്നേക്ക് എന്ന് പറഞ്ഞു. छोटा बेटा जो है वो आकर पूछ लेता है कि जो मेरी संपत्ति है वो मुझे दे दो, कितना है वो मुझे दे दो। നിങ്ങളുടെ പക്കലൊക്കെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, കുഞ്ഞ് 1ാം ക്ലാസ്സിൽ, 2ാം ക്ലാസ്സിൽ, 3ാം ക്ലാസ്സിൽ, 5ാം ക്ലാസ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ ഇങ്ങനെ വന്ന് ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കുമോ? तुम्हारे अगर बच्चे हो, छोटे बच्चे हो, क्लास 1-2 के हो, तो कोई आकर तुमसे पूछे तो क्या तुम दोगे क्या?
അല്ലെ? ആർക്കായിരിക്കും നിങ്ങൾ കൊടുക്കുന്നത്? കൊടുക്കുവാണെങ്കിൽ अगर देना होगा तो तुम किसको दोगे? അജയ് ഇപ്പം ചെന്ന് പപ്പായോട് ചോദിച്ചു കഴിഞ്ഞാൽ തരുവോ? ബിസിനസിന്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ എന്താ പ്രോപ്പർട്ടി തരുവോ? अजय जाकर पूछ ले अपने पापा से कि मुझे इतनी संपत्ति मेरी दे दो, तो क्या पापा दे देंगे? സാധ്യതയുണ്ടോ? ഏ? എന്തുകൊണ്ടായിരിക്കും ഇവിടെ പിതാവ് അവന് കൊടുത്തത്? तो यहाँ पर पिता उसे क्यों दे देते हैं? അവന് പക്വത വന്നവൻ, അവന് ചില പ്രായപൂർത്തിയായവനൊക്കെ തന്നെയായിരുന്നു. അതാണ് അതിന്റെ സാരം. वो जो था वो मैच्योर हो चुका था, वो बड़ा भी हो चुका था, इसलिए ही पिता ने दे दिया था, തീരെ കുഞ്ഞൊന്നുമല്ല. छोटा नहीं था। ചോദിച്ച ഉടനെ ഇവന് കഴിയുമെന്നുള്ള അപ്പന്റെ വിചാരമായിരിക്കാം, അല്ലെങ്കിൽ ഇവന്റെ നിർബന്ധമായിരിക്കും. എന്തിരുന്നാലും ഇപ്പൊ ഞാൻ പറയാം, നിങ്ങളുടെ കുഞ്ഞുങ്ങള് പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലും 11ാം ക്ലാസ്സും ഒക്കെ പഠിക്കുന്നവർക്ക് നിങ്ങൾ ഒരു 5 ലക്ഷത്തിന്റെ ചെക്ക് എഴുതി കൈ കൊടുക്കുമോ? अगर सोचो कि तुम जो छोटे बच्चे हैं या जो पढ़ाई कर रहे हो स्कूल में या कॉलेजेस में, क्या उनके हाथ में 5 लाख का चेक लिख के देंगे क्या? ഇല്ല, അവൻ അതിനെ കൈകാര്യം ചെയ്യാനുള്ള പക്വത വന്നിട്ടില്ല. അതുകൊണ്ട് അപ്പനായ ഞാൻ കൊടുക്കത്തില്ല. वो उसको अच्छे तरीके से उसके साथ नहीं करेगा बर्ताव, इस वजह से एक पिता अपने ऐसे छोटे बच्चों को नहीं देगा। അതുകൊണ്ട് നമുക്കറിയാം, ഈ ഇളയവൻ എന്ന് പറഞ്ഞാലും ചെറിയ ആളൊന്നും അല്ല, അവന് കൈകാര്യം ചെയ്യാനൊക്കെ അറിയാവുന്നവനാണ്. इसका मतलब ये जो मांग रहा था, ये काफी छोटा भी नहीं था, ये जानता था कि उसे कैसा उसका इस्तेमाल किया जाना है। കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതെല്ലാം കൂട്ടി ആശാൻ അങ്ങ് വിറ്റു. വിറ്റിട്ട് ഒരു കോടിക്കണക്കിന് രൂപ, എന്താ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഒരു നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ കാണുന്ന ഒരു വലിയൊരു സമ്പത്തിന്റെ ഉടമ എത്രത്തോളം ഉണ്ടാക്കി അത്രത്തോളം, ഇപ്പം 1 കോടി രൂപ ഉണ്ടാക്കി എന്ന് വിചാരിച്ചു, 1 കോടി രൂപയും കൊണ്ട് അവൻ അവിടെ നിന്ന് സ്ഥലം വിടുകയാണ്. हो सकता है कि आप गेस कर लो कि शायद वो 1 कोടി रुपीस होगा, उतना लेके वो वहां से निकल जाता है। എന്നിട്ട് ആശാൻ ഗ്രാമമായിരുന്നു, ഞാൻ ഒരു പക്ഷേ എന്താ പറയുന്ന റായ്ബറേലിയോ അമേഠി അങ്ങനെ ചെറിയ എടുത്തു. അവൻ ആശാൻ അവിടുന്ന് അതെല്ലാം വിറ്റിട്ട് മുംബൈയിലേക്കോ ഡൽഹിയിലേക്കോ പോയി അവിടെ ചെന്ന് ബിസിനസ് ഒക്കെ ചെയ്ത് ഭയങ്കര സെറ്റപ്പ് ആകാം, ലാവിഷാക്കാം, സിറ്റി ലൈഫ് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങോട്ടങ്ങ് പോയി. तो वो जो है वो पैसा को लेकर एक बड़े शहर में, जैसा मुंबई हो, जैसा एक शहर पे चला जाता है पैसा बनाऊंगा सोच के। അവിടെ ചെന്ന് പക്ഷേ അവൻ എന്നതാ ചെയ്തത്? वहां जाकर उसने क्या किया? 13ാം വാക്യത്തില് പൈസയൊക്കെ ഉള്ളതുകൊണ്ട് ഇഷ്ടം പോലെ കൂട്ടുകാരെ കെട്ടി എന്നും അടിച്ച് പൈസ എങ്ങനെ കളയണമെന്ന് എങ്ങനെ പക്വത ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ ആശാൻ ഒരു പക്വതയും ഇല്ലായിരുന്നു, ആടിച്ച് ദൂർത്തടിച്ച് തീർത്തു എന്നാണ് 13ാം വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. वहां पर हमको लगा कि उसके वो मैच्योर होगा, लेकिन उसने बिल्कुल मैच्योरिटी नहीं थी, वो जो है पैसा पूरा उड़ा देता है। അവന്റെ ലൈഫിനെ അങ്ങ് അഴുക്കാക്കി കഴിഞ്ഞു, ദുർനടപ്പിൽ ജീവിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. वो अपनी जिंदगी बर्बाद कर दिया। അവൻ മദ്യവും അല്ലെങ്കിൽ മയക്കുമരുന്നും അവിടെ ഒന്നും അങ്ങനെ എഴുതിയിട്ടൊന്നുമില്ല. മൂത്തവൻ ഒരു മൂത്തപുത്രൻ വരുമ്പോൾ ഒരു കാര്യം അവൻ വേശ്യമാരുടെ കൂടെയൊക്കെ തിന്നു തീർത്തല്ലോ എന്ന് പറയുന്നത്. അത്ര പന്നി ഒരു ജീവിതം നയിച്ച് ഉള്ള പൈസ മുഴുവൻ ദൂർത്തടിച്ച് തീർക്കുവാനിടയായി തീർന്നു. वो वहां पर जो है बिल्कुल पैसे का सही इस्तेमाल नहीं करता है, बुरी तरीके से पैसा का जो है वो बर्ताव करने लगता है और पूरे अपनी जिंदगी को पूरी तौर से बर्बाद कर देता है। 14ാം വാക്യത്തിലേക്കൊന്ന് വന്നേതാ. 14 आयत में जरा आएंगे। അവന്റെ പൈസ എല്ലാം തീർന്നു, उसकी सारी पैसा जो है वो खत्म हो गई, അവൻ ഭയങ്കര ബുദ്ധിമുട്ടിലായി. वो काफी अब संकट में पड़ ആ गया। സമയത്ത് ഒരു കാര്യം കൊണ്ടുള്ള സാഹചര്യവും അവന് വിരുദ്ധമായി ആ ദേശത്ത് ഒരു വലിയ ക്ഷാമവും ഉണ്ടാകാനിടയായിരുന്നു. तो परिस्थिति भी वहां पर बिगड़ने लगी और उस देश में अकाल आने लग गया। 15ാം വാക്യം. 15 आयत। അവൻ അവിടെ ചെന്ന് അവിടുത്തെ ഇച്ചിരി ഒരു പൗരനോട്, ഒരു മനുഷ്യനോട്, ഇച്ചിരി ഒരു ചെറിയ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയോട് പറഞ്ഞു, നിന്റെ പന്നികളെ തീറ്റുന്ന പന്നികളുണ്ടല്ലോ നിനക്ക്, അതിനെ തീറ്റുവാൻ എന്നെ ഒന്ന് നിയോഗിക്കാമോ എന്ന് ചോദിച്ചു. और वो वहां पे जाके वहां उस देश के निवासियों से इस प्रकार से पूछता है कि तुम्हारे जो सुअर है उसको चराने के लिए मैं काम कर सकता हूँ। ഓക്കെ, അവന് അതിനുള്ള അപ്പോയിന്റ്മെന്റ് എടുത്ത് അവനെ പന്നികളുടെ കൂട്ടത്തിൽ വിട്ടു. तो उसको वो काम के लिए भेज दिया। നോക്കുക, ഇവൻ എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു. देखिए किस तरीके का मनुष्य था। ഇഷ്ടം പോലെ സ്വത്തുവകകൾ ഉണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് ചുമ്മാ കഴിച്ചാൽ മതിയായിരുന്നു, വലിയ പണികളൊന്നും ഇല്ലായിരുന്നു. അപ്പനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, ചേട്ടനുണ്ടായിരുന്നു, സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാമായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് നേരെ താഴേക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാതെ പന്നികളുടെ ഇടയിലേക്ക് പോകുന്ന ഒരു വലിയൊരു
ഗ്രാഫാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. उसका जीवन कैसे, उसके जीवन में काफी धन संपत्ति थी, उसने जो है उसके पास सब कुछ था, लेकिन वो सब कुछ छोड़कर वो जो है अभी अपने जीवन को बर्बाद करते हुए एक अवस्था को हम देख सकते हैं। പന്നി തിന്നുന്ന പിണ്ണാക്ക് കൊണ്ട് അവിടെ വാള വരുന്നു. ഇന്ത്യയിൽ എങ്ങനെ ആ ഒരു പന്നി തിന്നുന്ന പിണ്ണാക്ക് അല്ലെങ്കിൽ വാള വരാന്നൊക്കെ മലയാളത്തിൽ പറയും. പന്നി തിന്നുന്ന, ഇങ്ങനെ ചിന്തിക്കുക, പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ നമ്മളൊക്കെ കാണുന്ന വൃത്തികെട്ട സാധനം എന്തും ആയിക്കോട്ടെ, പന്നി തിന്നുന്ന ആ സാധനം കൊണ്ട് കഴിക്കുവാൻ അവൻ ആഗ്രഹിച്ചു. जो सुअर खाते थे वो खाना भी खाने के लिए उसने इच्छा किया, അവൻ അതുപോലും കിട്ടിയില്ല, അവരൊട്ട് കൊടുത്തുമില്ല. वो भी उसे मिला नहीं और उन्हें उसे दिया भी नहीं। നിങ്ങളെ ചുറ്റുപാടും നോർത്ത് ഇന്ത്യയിലുള്ളവരാണല്ലോ ഭൂരിപക്ഷവും. നിങ്ങളെ ചുറ്റുപാടും നോക്കിക്കേ, പന്നികൾ നടക്കുന്ന എങ്ങനെ, അങ്ങനത്തെ പന്നിയായിട്ട് നമ്മളങ്ങ് ചിന്തിക്കുക. മറ്റേ നല്ല വലിയ ചൈന പന്നികളെ ഒന്നൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒന്ന് തോന്നി ഓടകളിൽ കൂടി യാതൊരു എന്താ പറയുന്നത്, ഇത്ര വൃത്തികെട്ടായി ജീവിക്കുന്ന പന്നികളെ നിങ്ങളുടെ ചുറ്റുപാടും കാണാറില്ലേ? അതുപോലെ അവരുടെ ഇടയിൽ ഒരാളെ പോലെ അവൻ ജീവിക്കുക. तो हम अपने देशों में या अपने आपके गांवों में आप देख सकते हैं कि सुअर किस प्रकार से होता है, गंदगी में रहने वाला। वो अपने चाइना पिग जैसा वो उतने साफ सुथरा वाला सुअर की बात नहीं है, बल्कि जो अपने गांव में रहते, जो कीचड़ में रहता है, हमेशा गंदगी से भरा हुआ जो सुअर होता है, उस सुअर के बीच में से उसमें से एक ये भी बन गया। അത് കഴിക്കുന്നത് എന്തുവാ? वो क्या खाता होगा? പറയണ്ട, നിങ്ങൾക്കറിയാം. അത് കഴിക്കാൻ ഇവൻ ആഗ്രഹിച്ചെന്ന്. वो भी खाने के लिए इसने इच्छा किया, അതുപോലും കിട്ടിയില്ല. वो भी उसे नहीं मिला। 17-ാം വാക്യം, उसका 17वां आयत, അവിടെ എങ്ങനെയാണ് എഴുതിയേക്കുന്നത്? ഞാനൊരു ട്രാൻസ്ലേഷൻ വന്നു. അവൻ തന്നിലേക്ക് തന്നെ വന്നപ്പോൾ എന്നപ്പോൾ അവന് സുബോധം വന്നു എന്നാണ് നോർമലി പറയുന്നത്. ഹിന്ദിയിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? അവന് സുബോധം വന്നു. जब वो अपने आप में आया, ഹിന്ദി കറക്റ്റ് ആണ്. അപ്പനെ തന്നിലേക്ക് അവൻ വന്നു എന്താണ് അത് അർത്ഥമാക്കുന്നത്? उसका मतलब क्या है कि जब वो अपने आप में आया। അപ്പൊ ഇതുവരെ അവന്റെ മൈൻഡ് എന്തുവായിരുന്നു? अभी तक उसका मन किस प्रकार से था? अपने आप में नहीं था, വേറെ എന്തിന്റെയോ കൺട്രോളിലല്ലായിരുന്നു അവന്റെ മൈൻഡ്. दूसरे किसी और के नियंत्रण में वो लगा हुआ था। മീൻസ് മൈൻഡ് ഒന്ന് ചേഞ്ച് ആവുകയാണ് ഇവിടെ. അവനിലേക്ക് തന്നെ വരികയാണ്. ഇതുവരെ അവനെ നിയന്ത്രിച്ചതൊക്കെ അവനെ തകർത്തുകൊണ്ടിരിക്കുന്നു. ആ പന്നികളുടെ ഇടയിൽ ഇരുന്നപ്പോഴത്തേക്ക് അവന്റെ മൈൻഡ് ഒന്ന് അതിന്റെ ഒരു സെറ്റപ്പ് മാറാനിടയായി. അവനിലേക്കൊന്ന് വരുവാനിടയായിട്ട്. मतलब अभी तक तो था वो किसी और के नियंत्रण में था, कोई और उसे नियंत्रण कर रहा था, बट अभी जो है वो अभी अपने आप में आया। वो സുബോധം. ഇതുവരെ കോൺഷ്യസ് അല്ലെങ്കിൽ അബോധാവസ്ഥയിലായിരുന്നു. അതായത് മീൻസ് അവന് ജീവനുണ്ട്, പക്ഷെ അവന്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെ മൈൻഡിനെ നിയന്ത്രിച്ചുകൊണ്ടത് അവനൊന്നുമല്ലായിരുന്നു, വേറെ ആരോ ആയിരുന്നു. मतलब अभी तक जो था उसे नियंत्रण करने वाला वो खुद नहीं था, कोई और था। അവൻ പോലും അറിയാതെ അവനെ വലിച്ചു കൊണ്ടുപോകുകയായി. उससे भी अनजाने में उसे कोई और खींच कर लेके जा रहा था। ഇവിടെ അവന്റെ മൈൻഡിലേക്ക് വന്നപ്പോൾ നേരെ അവൻ എന്നതാ ഓർത്തത്? जब वो अपने आप में आया, जब वो सुबोध में आया, तो उसने क्या स्मरण किया? 17-ാം വാക്യം ഒന്ന് വായിച്ചേ. इसका 17 आयत में इस प्रकार से लिखा है, जब वो अपने आप में आया तब कहने लगा कि मेरे पिता के कहने ही मजदूरों को भोजन से अधिक रोटी मिलती है और देखिए। मैं यहाँ भूखा मर रहा हूँ। ഓക്കെ, അവനിലേക്ക് വന്നപ്പോൾ, അവന് സുബോധം വന്നപ്പോൾ, അവൻ കോൺഷ്യസിലേക്ക് വന്നപ്പോൾ അവൻ ഓർത്തത് എവിടാന്നറിയാവോ? അപ്പന്റെ ഭവനമാണ്. जब वो अपने में आया या उसको सुबोध आया तो उसने क्या स्मरण किया? उसने अपना पिता के भवन को स्मरण किया। വേറൊന്നുമല്ല, നേരെ അയ്യോ അവിടെ പൈസ ഉണ്ടായിരുന്നു, ഞാൻ 5 സ്റ്റാർ ലേമറിയൻ ഹോട്ടലിൽ പോയി ഷെഫ് പിള്ളയുടെ ഫിഷ് നിർവ്വാണ കഴിച്ചെന്നോ ഒന്നുമല്ല പറയാം. അല്ലെങ്കിൽ ദം ബിരിയാണി ഇവിടെ ഉള്ള എന്നാ ഭയങ്കരമായ ബിരിയാണിയോ അല്ലെങ്കിൽ അവൻ കഴിച്ച വലിയ ഫുഡിനെ കുറിച്ചോ അവന്റെ കൂട്ടുകാരെ കുറിച്ചോ ഒന്നുമല്ല ഓർത്തത്. അവന്റെ അപ്പന്റെ ഭവനത്തെ കുറിച്ച്, അപ്പനെ കുറിച്ച് അവൻ ഓർക്കുവാനിടയായി തീർന്നു. जब वो इसको यहाँ पे जब होश आया, सुबोध आया, तो उसने अपना दोस्त या मित्र या किसी और चीज का याद नहीं आया उसको अपना पिता की भवन की याद आ गई। 18-ാം വാക്യത്തിൽ പറയും, ഞാൻ എഴുന്നേറ്റ് പിതാവിന്റെ അടുക്കലേക്ക് പോകും.
और 18 आयत में इस प्रकार से कहता है कि मैं उठकर अपने पिता के भवन में जाऊंगा। പിതാവേ, ഞാൻ സ്വർഗത്തോടും നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് हे പറയും. हे पिता, मैंने तुझसे और स्वर्ग से पाप किया हूँ, ऐसा कहूंगा। കേട്ടോ, അവിടെ ആ വേട് വരേണ്ട ആവശ്യമില്ല. സ്വർഗത്തിനോട് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. स्वर्ग से भी मैंने तो पाप किया है। ഇനിമേൽ നിന്റെ പുത്രൻ എന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല. अब से मैं इस योग्य नहीं कि तेरा पुत्र कहलाऊं। നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ കാണണമേ. मुझे अपने एक मजदूर की नाई रख ले। അപ്പോൾ ഒന്നാമത്തെ കാര്യം, അവന് സുബോധം വന്നപ്പോൾ ഓർത്തത്, അവനിലേക്ക് വന്നപ്പോൾ ഓർത്തത് അപ്പന്റെ ഭവനമാണ്, അപ്പനെ കുറിച്ചാണ്. पहली बात, जब उसको सुबोध आया, जब वो अपने में आया, तो उसने स्मरण किया, वो अपने पिता की भवन को स्मरण किया। 20 വാക്യം വരുമ്പോഴത്തേക്ക് അവൻ എഴുന്നേറ്റ് അപ്പന്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. 20 आयत में हम देख सकते हैं कि वो उठकर पिता की भवन में जाता है। അവിടെ ചെല്ലുമ്പോൾ അതിനേക്കാളും വലിയൊരു രംഗമാണ് കാണുന്നത്. वहां जाकर वो दूसरा एक और घटना उसके साथ होती है। അവൻ വളരെ ദൂരത്ത് നിന്ന്, വഴിയുടെ ദൂരത്ത് നിന്നായിരിക്കുമ്പോൾ തന്നെ അവന്റെ പിതാവ് അവനെ കണ്ട് മനസ്സലിവുണ്ടായി അവന്റെ മുമ്പിൽ, അവന്റെ അടുത്തേക്ക് ഓടി അവന്റെ കഴുത്തിൽ കെട്ടിപ്പിടിക്കുകയും വീഴുകയും അവനെ ചുംബിക്കുകയും ചെയ്യുന്നിരിക്കുന്ന ഒരു പിതാവിനെ അവിടെ കാണാൻ കഴിയും. और इस प्रकार से देख सकते हैं कि जब वो पिता उसे दूर से देखता है, तब जल्दी से उठकर उसके करीब जाता है और अच्छे से अच्छे वस्त्र निकाल कर उसे पहनाता है और हाथ में अंगूठे और जूते वगैरह पहनाकर उसके बहुत अच्छे से स्वीकार करते हैं। എന്ത് നല്ല പിതാവാ അല്ലേ? कितनी अच्छी पिता है। ഇത്ര സ്നേഹം നിങ്ങളുടെ പിതാക്കന്മാര് തരുമോ? इतना प्यार क्या हमारे पिता हमें देंगे? വിദൂരത്തുനിന്ന് വരുന്ന കാണും, അവൻ എന്റെ എല്ലാം എടുത്തോണ്ട് പോയി, അവൻ വരുന്നുണ്ട്. എന്തുവായിരിക്കും നമ്മൾ പറയാവുന്ന മാക്സിമം പറയും, അല്ലെ 2 ചവിട്ട് കൊടുക്കും, മേലാൽ കേറിപ്പോകത്തില്ലെന്ന് പറഞ്ഞ് അവനെ തള്ളി മാറ്റും. അങ്ങനെ ഒരു അപ്പനെയല്ലേ ഇവിടെ കാണുന്നത്. अगर संसार के पापा होते तो ऐसा हो सकता है कि वो जो कुछ कहना है बुरा भला कह देंगे या तो मार के घर से भगा देंगे, लेकिन ऐसा पिता को नहीं हम यहाँ पर देख रहे हैं। ഓ, എന്റെ മകൻ എന്റെ എല്ലാം കൊണ്ട് നശിപ്പിച്ചാലും, എന്റെ എല്ലാം കൊണ്ട് ധൂർത്തടിച്ചാലും അവൻ മടങ്ങി വരികയാണെങ്കിൽ ഞാൻ ഓടി വന്ന് സ്വീകരിക്കും. അവനെ എന്റെ കൂടെ പാർക്കുവാൻ അനുവദിക്കുകയും എന്റെ എല്ലാത്തിനും അവകാശിയാക്കി മാറ്റുവാൻ കഴിയുമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പിതാവിനെയാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. मैं अगर मेरा बेटा कैसा भी क्यों ना हो, सब कुछ नष्ट करके भी क्यों ना आ जाए, यदि उसका जीवन कितना भी बर्बादी उसने किया हो, लेकिन मैं उसका इंतजार करते हुए यदि वो लौट आता है तो मैं उसे स्वीकार करूंगा, ऐसा कहकर इंतजार करने वाला पिता को हम यहाँ पर देख सकते हैं। കുഞ്ഞുങ്ങളെ, ഇതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. बच्चों, ये है मन फिराने की अवस्था। നിങ്ങൾ യു ടേൺ അടിക്കുക എന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ശരിക്കും മാനസാന്തരം എന്ന് പറഞ്ഞാൽ അപ്പനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. आपने कहा कि यू टर्न लेना है, मन फिराना, सब सही है, लेकिन हकीकत में यदि कहा जाए तो वास्तव में ये है कि अपने पिता को जानना है। ഓ, നഷ്ടപ്പെട്ടു പോയ ഒരു മകനാണ് നമ്മൾ ഓരോരുത്തരും, നഷ്ടപ്പെട്ടു പോയ ഒരു മകളാണ് നമ്മൾ ഓരോരുത്തരും. हमें से हमें से जो लोग हैं वो कई बार हम नष्ट हो चुके थे। ഓ, അപ്പനിൽ നിന്ന് അകന്ന് നടക്കുന്ന, അപ്പനെ അറിയാതെ നടക്കുന്നവരായിരുന്നു. മൈൻഡ് വേറെ ആരാണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. पिता को हम जानते नहीं थे, पहचाने नहीं थे, और हमारा माइंड को कोई और कंट्रोल करता था। എന്നെ നശിപ്പിക്കുന്നതിന് വേണ്ടി എന്റെ മൈൻഡിനെ ഒരു വേറൊരു തലത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോ ഉണ്ടായിരുന്നു. मुझे नाश करने के लिए मेरे मन को कोई और जो है वो नियंत्रण करता था। ഇപ്പോൾ എനിക്ക് എന്റെ അപ്പനെ തിരിച്ചറിയാം. अभी मैं मेरे पिता को पहचानता हूँ। എന്റെ അപ്പൻ എനിക്ക് വേണ്ടി കാത്തിരിക്കുക. मेरा पिता मेरे इंतजार कर रहा है। എന്റെ കയ്യിൽ മോതിരവും ചെരുപ്പും ഇടിവിക്കാൻ എനിക്ക് മേത്തരമായ വസ്ത്രം തന്ന് എന്നെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്നെ ഭവനത്തിലേക്ക് ആനയിക്കുവാൻ കാത്തിരിക്കുന്ന ഒരു പിതാവ്. मेरे हाथों में अंगूठा पहनाकर, मेरे पाँव में नए जूते पहनाकर, मुझे अधिकार देके, मुझे गले लगकर, हालेलुया, मुझे इंतजार करके प्यार करने वाला पिता है मेरा पिता परमेश्वर। ഇതുവരെ ഞാൻ നടന്നതിനെ എല്ലാം അപ്പൻ ചോദിക്കുന്നു പോലുമില്ല. അവനാണ് പറയുന്നത്. അത് എല്ലാം മറന്നു കളയുന്ന ഒരു പിതാവിനെ കാണുവാൻ കഴിയും.
अभी तक मेरे साथ क्या घटना हुआ, मेरे साथ जीवन में क्या हुआ, वो पूछ भी नहीं रहा है, बल्कि वो सब कुछ को भूल कर मुझे अपनाने वाला एक पिता है, मेरा पिता നീ परमेश्वर। നഷ്ടപ്പെടുത്തിയതും നീ എങ്ങനെ ആയിരിക്കുന്നു എന്ന് നിന്റെ അവസ്ഥയെ ഒന്നും എനിക്കറിയണ്ട. നീ തിരിച്ചു വന്നാൽ നിന്നെ കഴുകി ശുദ്ധീകരിച്ച് എന്റെ കൂടെ ആക്കാമെന്ന് കരുണ കാണിക്കുന്ന സ്നേഹനിധിയായ ഒരു അപ്പനായിരുന്നു അത്. तूने क्या क्या नष्ट कर दिया, तेरी जिंदगी कैसे तूने बिताई थी, ये कुछ भी नहीं पूछते हुए कि तू यदि लौट कर आता है तो मैं तुझे स्वीकार करने वाला एक पिता है, हमारा पिता परमेश्वर। കുഞ്ഞുങ്ങളെ, ഈ അപ്പനെ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ ജീവിതം തുടങ്ങുന്നത്. बच्चों, इन इन पिता को पहचानते हैं, वहां से हमारे जीवन की शुरुआत होती है। നിങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ വാസ്തവമായി തിരിച്ചറിയണം. यदि आज तक आपने उस पिता को बराबर से पहचाना नहीं है तो उस पिता को पहचानने लग जाए। യേശു ഉണ്ട് എന്നൊക്കെ അറിയുന്നത് നല്ലത് തന്നെ, പക്ഷെ അതിനേക്കാൾ ഉപരിയായി അവനെ ആഴത്തിൽ അറിയുന്നത്, അവനുമായി വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വരുന്നിടത്താണ് ക്രിസ്തീയ ജീവിതം സാധ്യമാകുന്നത്. यीशु है ये तो हम जानते हैं, यीशु के बारे में सुना भी होगा, लेकिन वो यीशु कौन है, वो गहराई में उसे समझना, गहराई में उसको जानना, ये है हकीकत में एक मन फिराने की अवस्था। ഏദൻ തോട്ടത്തിൽ വെച്ച് പിശാച് വലിച്ചുകൊണ്ട് പോയവരായിരുന്നു നമ്മൾ ഓരോരുത്തരും. एदन के उस वाटिका से ही शैतान ने हमें खींच कर लेकर गया था। ആദാമിൽ നിന്നും ഹവ്വായിൽ നിന്നും ജനിച്ച എല്ലാവരെയും പിശാച് വലിച്ചു കൊണ്ടുപോയിരിക്കുകയായിരുന്നു അവന്റെ രാജ്യത്തിലെ. आदम से और हवा से जिसकी पैदा हुई, जो उन्होंने उत्पन्न किया, हर एक को वो शैतान ने छीन कर लेकर गया था। അവിടം തൊട്ട് ദൈവം തമ്പുരാൻ ഓരോ പദ്ധതികൾ പ്ലാൻ ചെയ്യുകയായിരുന്നു ഇവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി. वहां से लेकर पिता परमेश्वर इन्हें वापस लौटा कर लाने के लिए परमेश्वर योजना बना रहा था। ഏദൻ തോട്ടത്തിൽ എന്നും ദൈവവും ആദാമും ഒന്നിച്ച് നടക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു, ഒന്നിച്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. एदन वाटिका में हवा, आदम और परमेश्वर साथ में चलते थे। പിശാച് അവനെ സൂത്രത്തിൽ ചതിച്ചു കൊണ്ടുപോയപ്പോൾ ആ ബന്ധം അവിടെ നഷ്ടപ്പെട്ടു. शैतान ने चालाकी में जब वो नष्ट कर दिया, उन्हें खींच कर लेकर गया, तो वो जो संबंध था वो वहां पर टूट गया। പിതാവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. पिता के साथ का संबंध जो है वो वहां पर टूट गया। ആ പിതാവ് അന്ന് തീരുമാനമെടുത്തു, എന്റെ പുത്രനെ അയച്ച് എനിക്ക് എങ്ങനെ നടന്നുവോ അതുപോലെ എന്റെ മക്കളെ നടത്തുവാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് യേശുവിനെ അയക്കുന്നത്. उस पिता ने तब निर्णय ले लिया कि जैसा शैतान इन्हें खींच कर लेकर गया, लेकिन मैं इन्हें वापस पकड़कर मेरे भवन पर लेकर आऊंगा। ആ ഒരു സമയമാണ്, അതായത് പിതാവിനോട് ഒരുമിച്ച് നടക്കുന്ന സമയത്തെയാണ് നമ്മൾ ഈ പുതിയ നിയമത്തിൽ അവന്റെ വരവെന്ന് വിശേഷിപ്പിക്കുന്നത്. वही समय है जो पिता के साथ में एक साथ चलने का समय है, उस समय को हम उसका जो आगमन के बारे में कहते हैं। ഇവിടുന്ന് യേശു നമ്മളെ കൊണ്ടുപോകുന്നത് പിതാവിന്റെ സന്നിധിയിലേക്കാണ്, അവനോട് ചേർന്ന് നടക്കുന്നതിനു വേണ്ടി. यहाँ से यीशु मसीह जो हमें लेकर जाता है वो हमें उस पिता की ओर लेकर जाता है, ताकि हम पिता के साथ वास कर सके। അതിന്റെ ദൗത്യമേറ്റുകൊണ്ടാണ് യേശു ഈ ഭൂമിയിലേക്ക് കടന്നു उसकी വരുവാനിടയായത്. जिम्मेदारी को लेकर यीशु मसीह संसार पर उतर आता है। പിതാവിനുമായിട്ടുള്ള ബന്ധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. पिता की और उस संबंध में हमें वापस लेकर जाना। അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഞാൻ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിതാവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. इसलिए मैंने आपसे कहा कि यदि यीशु मसीह के दूसरे आगमन में यदि उठा लिए जाना है तो पहला कदम यह है कि हम अपने पिता परमेश्वर को जानने लगे। പിതാവിനെ തിരിച്ചറിയാത്തവർക്ക് ഒരിക്കലും അവന്റെ യേശുവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ കഴിയത്തില്ല. पिता को यदि आप पहचान नहीं पाओगे, पिता को जब तक आप नहीं पहचानोगे तब तक वो दूसरे आगमन में आप उठा नहीं ले जाओगे। ഞാൻ മരിച്ചവനായിരുന്നു, मैं मरा हुआ था ജീവിച്ചിരിക്കുന്നു. लेकिन अभी वापस जीवित हो गया हूँ। എന്റെ കൺട്രോൾ മുഴുവൻ പിശാചും ലോകവുമായിരുന്നു നയിച്ചുകൊണ്ടിരുന്നത്. मेरा पूरा नियंत्रण शैतान और संसार के हाथों ഇപ്പോൾ में था। ഞാൻ തീരുമാനമെടുക്കുന്നു, പിശാചെ നീയല്ല എന്നെ നിയന്ത്രിക്കേണ്ടത്, ലോകമേ നീയല്ല എന്നെ നിയന്ത്രിക്കേണ്ടത്. ഞാൻ എന്റെ പിതാവിനെ തിരിച്ചറിഞ്ഞു, ഇനി മുതൽ എന്റെ നാഥനും എന്റെ ഓണറും അവനാണെന്നുള്ള തീരുമാനമെടുക്കുന്നിടത്താണ് ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നത്. हम इस प्रकार से निर्णय को लेंगे कि हाँ, एक समय मेरे जीवन में था कि शैतान ने मुझे नियंत्रण करके रखा था, लेकिन अब से लेकर है पिता परमेश्वर तू मेरा नियंत्रण ले ले और तेरे ही लिए ही मैं जीऊंगा। एक ऐसा निर्णय हमारे जीवन में लेने पाए।
ആ നിർണയം എടുക്കുമ്പോഴാണ് സ്വർഗം സന്തോഷിക്കുന്നത്, ദൂതന്മാർ ആർത്തുല്ലസിക്കുന്നത്. ഒരു മകനും കൂടെ ഒരു മകളും കൂടെ എന്റെ പിതാവിനെ തിരിച്ചറിഞ്ഞല്ലോ എന്ന് സന്തോഷം കൊണ്ട് സ്വർഗം എഴുന്നേറ്റ് അവിടെ ആഹ്ലാദിക്കുന്നത്. जब उस निर्णय को लेते हैं तब जाके स्वर्ग में आनंद होता है, और वहां पर जो स्वर्गदूत सब लोग खड़े होकर इतनी आनंद मनाते हैं कि मेरा बेटा या मेरी बेटी जो है वो मन फिरा लिया है। കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞു, അറിയാവുന്നതുകൊണ്ടാണല്ലോ ഇവിടെ വന്നത്. പക്ഷേ ആഴമായി അവനെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ലെങ്കിൽ തീരുമാനമെടുക്കണം. പിതാവേ, നിന്നെ ആഴമായി തിരിച്ചറിയുന്ന ഒരു സമയത്തിലേക്ക്, ഒരു സുദിനത്തിലേക്ക് എന്നെ കൊണ്ടുപോകണമെന്ന് ദൈവതമ്പുരാനോട് പ്രാർത്ഥിക്കുക. हम इन दिनों में ऐसा प्रार्थना करने लगे, हे पिता परमेश्वर, हालेलुया, मैं आज तुझे गहराई में समझ नहीं पाया हूँ, लेकिन इन दिनों में, आने वाले दिनों में तुझे और भी गहराई में समझने के लिए तू मुझे सहायता करना और मुझे अनुमति देना। പിതാവിനെ കുറിച്ചും പിതാവിന്റെ മഹിമയെ കുറിച്ചും അവന്റെ സമ്പത്തിനെ കുറിച്ചും അവന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചും അവന്റെ വാഗ്ദത്തങ്ങളെ കുറിച്ചും ഒക്കെ നിങ്ങൾ അറിവുള്ളവരായിരിക്കണം. पिता के बारे में, उस पिता की संपत्ति के बारे में, पिता के प्यार के बारे में, पिता की आशीषों के बारे में, और उस पिता ने हमारे जीवन में दिए हर एक वायदों के बारे में हमें जो है उसकी पहचान हमें होनी चाहिए। നിങ്ങളെ ഇവിടെ ജീവിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിറയേണ്ടത് പിതാവിനെ കുറിച്ചാണ്. ഇത് നമ്മുടെ തുടക്കത്തിൽ ഞാൻ വായിച്ചല്ലോ, നിങ്ങളുടെ മനസ്സ് സ്വർഗീയമായ വിഷയങ്ങളിൽ ഉറപ്പിച്ചു വെക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഉറപ്പിച്ചു വെക്കണം, അകം മുഴുവൻ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കണം, എത്രയും വേഗം എന്റെ പിതാവിന്റെ അടുക്കൽ കടന്നു ചെല്ലണമെന്ന്. हम इस संसार में रहते तो सही, लेकिन हमारा जो मन है वो हमेशा उस पिता की ओर लगे होना चाहिए। हमारी दृष्टि जो है उस ऊपर वाले चीजों में, स्वर्गीय बातों में फिक्स करके रखना चाहिए, ताकि हम यीशु मसीह के उस दूसरे आगमन में पहुंचने का एक इंतजार के साथ, हमें कब वहां तक पहुंचूंगा, एक ऐसी बहुत बड़ी आशा के साथ हमें होनी चाहिए। അപ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ പഠിച്ചു, പിതാവിനെ തിരിച്ചറിയുന്നവർക്ക് മാത്രമേ അവന്റെ വരവിൽ എടുക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ. तो हमने एक बात और आज सीख लिया कि जिसने पिता को पहचाना है वही व्यक्ति यीशु के उस दूसरे आगमन में उठा लिया जाएगा। 25-ാം വാക്യം തൊട്ട് അതിനൊരു ട്വിസ്റ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. അവന്റെ മൂത്ത മകൻ വയലിലായിരുന്നു. ആ ഭാഗം ഞാനിപ്പോൾ പറഞ്ഞാൽ അത് തീർക്കുവാൻ കഴിയത്തില്ല. അടുത്ത ആഴ്ച ഞാനത് പറയാം. അടുത്ത ആഴ്ച ഞാൻ കാണത്തില്ല. അടുത്ത ആഴ്ച നമുക്ക് ആ ഭാഗം നിങ്ങൾ ഇത് 3-4 ആവർത്തി നിങ്ങൾ വായിക്കണം. ആ 25 മുതൽ 32 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമുക്ക് ഒന്നിച്ച് ആ ദിവസങ്ങളിൽ ചിന്തിക്കാം. 25वें आयत से यदि हम पढ़े तो उसमें हम एक और जो है एक ट्विस्ट हम देख सकते हैं, वो भी पढ़ना हमारे लिए बहुत ज़रूरी है। आने वाले दिनों में हम पढ़ेंगे। अगले हफ्ता मैं नहीं रहूँगा, लेकिन उसके आने वाले दिनों में हम ये पढ़ेंगे। बहुत ज़रूरी चीज़ें इसमें लिखा हुआ है। मैं आपसे भी विनती करता हूँ कि आप घर में जाके उसे बार बार पढ़ने की कोशिश करें, और उसे भी हम आने वाले दिनों में और हम आगे मनन करेंगे। പിതാവിന്റെ കൂടെ ഇരുന്നിട്ടും പിതാവിനെ ശരിക്കും തിരിച്ചറിയാത്ത ഒരു മൂത്ത മകനാണ് അവിടെ എഴുതപ്പെട്ട് വെച്ചിരിക്കുന്നത്. पिता के साथ में रहकर भी पिता को नहीं जानने वाला, नहीं पहचानने वाला एक व्यक्ति के बारे में वहां पर लिखे रखा है। ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് യേശുവിനെ അറിയാം, പിതാവിനെ അറിയാം, പക്ഷേ അവന്റെ മനസ്സിനെ അറിയാതെ നടക്കുന്നവരാണ് പലപ്പോഴും നമ്മൾ. അതിനൊരു തിരുത്തൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയിൽ എത്തപ്പെടുവാൻ കഴിയത്തുള്ളൂ. मैंने इसके लिए मैंने शुरुआत से ही कहा कि हो सकता है कि हम हमेशा पिता के साथ रहने वाले होंगे, मसीह बन के जीने वाले होंगे, लेकिन उसके बावजूद भी यदि हम अपने पिता को अच्छी तरीके से नहीं पहचान पाए, जैसा पहचानना चाहिए वैसे यदि हम नहीं पहचान पाए, तो हम उस वर्ग में पहुंच नहीं सकते। ഞാൻ എന്റെ വാക്കുകളെ നിർത്തട്ടെ. मैं मेरी बातों को रोकना चाहता हूँ। ദൈവം അവിടെ 2 കൈ നീട്ടിക്കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് സ്വർഗ കവാടത്തില്. बच्चों, उस स्वर्ग में हमारा परमेश्वर जो अपने दोनों हाथों को फैलाकर हमें स्वीकार करने के लिए वहां पर खड़ा है। എന്റെ തെറ്റുകളോ എന്റെ പഴയ ജീവിതമോ ഒന്നും അവൻ ചോദിക്കത്തില്ല. मेरी गलतियां या मेरी बीती हुई जिंदगी को वो नहीं पूछता है। നിന്റെ മനസ്സ് മാത്രമേ അവൻ നോക്കുന്നുള്ളൂ. वो केवल आपके मन को देखता है। എനിക്ക് എന്റെ പിതാവിന്റെ ഭവനത്തെ എത്തണമെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ഇന്നും അവൻ സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ്. मुझे मेरे पिता के भवन पर पहुंचना है। यदि एक ऐसा इच्छा यदि आपके अंदर है, तो परमेश्वर पिता आज भी आपको स्वीकार करने के लिए खड़ा है। ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് വിട്ടൊത്തിരി ദൂരെയാണ്, ഞാൻ നശിച്ച് ജീവിക്കുകയാണ്. ഇതൊക്കെ ശരിയാണെങ്കിലും അവിടെ ഇരുന്നു കൊണ്ട് തന്നെ
എനിക്ക് എന്റെ പിതാവിന്റെ അടുക്കലേക്ക് പോകണമെന്നൊരു ചിന്ത ഭരിക്കുന്നുവെങ്കിൽ ഇന്നും സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന നമ്മുടെ നല്ലവനായ തമ്പുരാന്റെ അടുക്കലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത്. आज मैं मेरे पिता से काफ़ी दूर हो चुका हूँ, मेरे ज़िंदगी में काफ़ी गलतियाँ आ चुकी है, लेकिन वो समझते हुए यदि आज भी मैं मन फिरा कर मैं पिता के भवन पर लौट कर जाऊँगा, मुझे मेरे पिता के भवन पर जाना ही है, यदि ऐसा निर्णय को लेते हुए यदि हम उस पिता के भवन में जाने के लिए तैयार हो जाते हैं, तो हमें स्वीकार करने के लिए वो अपने दोनों हाथों फैला कर खड़ा हुआ है. അവന്റെ സന്നിധിയിൽ കവിണ് വീണ് അവന്റെ സന്നിധിയിൽ ഒന്ന് ഇരുന്നൊന്ന് കരഞ്ഞു നോക്കിക്കേ. പിതാവേ, ഞാൻ അറിഞ്ഞതിനേക്കാളും കൂടുതലായ ആഴത്തിൽ എനിക്ക് നിന്നെ ഒന്ന് അറിയണം. അങ്ങയുടെ സ്നേഹത്തെ എനിക്ക് ആഴമായി മനസ്സിലാക്കണം. അങ്ങയുടെ മഹിമയെക്കുറിച്ച്, അങ്ങയുടെ പദവികളെക്കുറിച്ച്, അങ്ങയുടെ വാഗ്ദത്തങ്ങളെക്കുറിച്ച്, അങ്ങയുടെ ചിന്തകളെക്കുറിച്ച് എന്നെ അറിയിക്കണമേ എന്ന് നിലവിളിക്കുമെങ്കിൽ അവൻ നിങ്ങളുടെ അടുക്കൽ വരുവാൻ തയ്യാറാണ്. यदि आज हम तो रोने को तैयार हो जाए, पिता परमेश्वर, जितना मुझे तुझे पहचाना चाहिए उतना मैं तुझे जान नहीं पाया, मैं और भी गहराई में तुझे जानना चाहता हूँ, और भी मैं तेरे करीब आना चाहता हूँ, ऐसे हम रो कर प्रार्थना करने लगे. അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുവേണ്ടി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. वही होनी चाहिए हमारी सबसे बड़ी इच्छा, और वही होनी चाहिए हमारी बड़ी चाहत और प्रार्थना भी. इस वचन से परमेश्वर आप सबको आशीष करें.